എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു അല്ലേ? എല്ലാവർക്കും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ശരിയാണെന്നൊന്ന് നോക്കിയാലോ? നമുക്ക് നോക്കാം അല്ലേ? ഒന്നാമത്തെ ചോദ്യം, ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്തായിരുന്നു? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയുമാണ് സൃഷ്ടിച്ചത് അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ആദ്യ മനുഷ്യന്റെ പേരെന്ത്? ആദം എന്നാണ് ആദ്യ മനുഷ്യന്റെ പേര്. മൂന്നാമത്തെ ചോദ്യം, ആദ്യ മനുഷ്യനെ പാർപ്പിച്ച തോട്ടം ഏതായിരുന്നു? ഏദൻ തോട്ടത്തിലാണല്ലേ ആദ്യ മനുഷ്യനെ പാർപ്പിച്ചത്. ഇനിയും നാലാമത്തെ ചോദ്യം, എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഡാഷിൽ നിന്ന് വരുന്നു. എന്തായിരുന്നു അവിടെ വരണ്ടേ? ആ ഡാഷിന്റെ അവിടെ എന്താ വരണ്ടേ? എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നും വരുന്നു. അഞ്ചാമത്തെ ചോദ്യം, നോഹയുടെ മക്കളുടെ പേരുകൾ എന്ത്? 3 മക്കളായിരുന്നു അല്ലേ? 3 മക്കളുടെ പേര് ഷേം, ഹാം, യാഫത്ത്. ആറാമത്തെ ചോദ്യം, നോഹയുടെ പെട്ടകത്തിൽ ആകെ എത്ര മനുഷ്യരുണ്ടായിരുന്നു? 8 പേരല്ലേ? നോഹ, നോഹയുടെ ഭാര്യ, പിന്നെ നോഹയുടെ 3 ആൺമക്കൾ, അവരുടെ ഭാര്യമാർ, അങ്ങനെ 8 പേരായിരുന്നു നോഹയുടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നത്. ഏഴാമത്തെ ചോദ്യം, അബ്രഹാമിന്റെ ഭാര്യയുടെ പേരെന്ത്? സാറ എന്നായിരുന്നു അബ്രഹാമിന്റെ ഭാര്യയുടെ പേര്. എട്ടാമത്തെ ചോദ്യം, വിശ്വാസികളുടെ പിതാവ് ആര്? അബ്രഹാമിനെയാണ് വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, സരഫത്തിലെ വിധവയുടെ അടുക്കൽ വന്ന പ്രവാചകന്റെ പേരെന്ത്? എലിയ പ്രവാചകനാണ് സരഫത്തിലെ വിധവയുടെ അടുക്കൽ വന്നത്. പത്താമത്തെ ചോദ്യം, ഇസ്രയേലിലെ ആദ്യത്തെ രാജാവ് ആരായിരുന്നു? ശൗലായിരുന്നു ഇസ്രയേലിലെ ആദ്യത്തെ രാജാവ്. 11ാമത്തെ ചോദ്യം, ശൗലിന്റെ കാലത്ത് ഇസ്രയേലിലെ പ്രവാചകൻ ആരായിരുന്നു? ശൗലിന്റെ കാലത്ത് ഇസ്രയേലിന്റെ പ്രവാചകൻ ശമൂവേലായിരുന്നു കേട്ടോ. 12ാമത്തെ ചോദ്യം, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഡാഷ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. 7 എന്നുള്ളതാണ് അവിടെ വരേണ്ട ഉത്തരം. ഇനി 13ാമത്തെ ചോദ്യം, ദാനിയേലിനെ സിംഹക്കുഴിയിലിടാൻ ആജ്ഞാപിച്ച രാജാവ് ആര്? ദാര്യാവേശ് രാജാവാണ് ദാനിയേലിനെ സിംഹക്കുഴിയിലിടുവാനായിട്ട് ആജ്ഞാപിച്ച രാജാവ്. ഇനി 14ാമത്തെ ചോദ്യം, ദിവസേന എത്ര പ്രാവശ്യമാണ് ദാനിയേല് പ്രാർത്ഥിച്ചത്? ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി നിന്നാണ് ദാനിയേല് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. ഇനി 15ാമത്തെ ചോദ്യം, അൻപുടയോനെ നിൻവാതിൽ എന്ന ഗീതം ചൊല്ലുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എന്താണ്? കർത്താവിന്റെ കുരിശുമരണവും ഉയർപ്പുമാണ് അൻപുടയോനെ നിൻവാതിൽ എന്ന ഗീതം ചൊല്ലുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം. 16ാമത്തെ ചോദ്യം, യഹൂദന്മാരുടെ പ്രധാന ദേവാലയം ഏത്? യെരൂശലേം ദേവാലയമാണ് യഹൂദന്മാരുടെ പ്രധാന ദേവാലയം. 17ാമത്തെ ചോദ്യം, യെരൂശലേം ദേവാലയം പണി കഴിപ്പിച്ചത് ആര്? ശലോമോൻ രാജാവാണ് യെരൂശലേം ദേവാലയം പണി കഴിപ്പിച്ചത്. 18ാമത്തെ ചോദ്യം, പള്ളിമണി നമ്മെ എന്താണ് അറിയിക്കുന്നത്? പള്ളിയിൽ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുവാനായിട്ട് നമ്മെ വിളിക്കുന്ന ശബ്ദമാണ് പള്ളിമണി. 19ാമത്തെ ചോദ്യം, യേശു കുഞ്ഞിനു വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ നാം എന്താണ് വിളിക്കുന്നത്? ശിശു സഹദേന്മാർ എന്നാണ് യേശു കുഞ്ഞിനു വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുന്നത്. 20ാമത്തെ ചോദ്യം, അലിവോട് ശിക്ഷിച്ചടിയാരെ എന്ന ഗീതത്തിന്റെ 4 വരി, അവിടെ മുതൽ 4 വരി ചൊല്ലിക്കൊടുക്കാനാണ്. എല്ലാവർക്കും അറിയാവുന്ന ഗീതമായിരുന്നു അല്ലെ? അലിവോടു ശിക്ഷിച്ചടിയാരെ അരിശം നീക്കി കാക്കണമേ, വാതിൽ തുറന്നീ പ്രാർത്ഥനയിൽ നാദം കേട്ടേടേണമേ. നിങ്ങളെ പഠിച്ച ട്യൂണില് ടീച്ചർക്ക് ചൊല്ലിക്കൊടുക്കുക കേട്ടോ. 21ാമത്തെ ചോദ്യം പ്രാർത്ഥനയാണ്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന പ്രാർത്ഥനയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയല്ലേ? കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അമ്മയെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്, എല്ലാവരും ചൊല്ലിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അല്ലാത്തവർ പഠിക്കുക,
നമുക്ക് ആനുവൽ എക്സാമിന് ഇതിൽ നന്നായിട്ട് പരീക്ഷ എഴുതണം. എല്ലാവർക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം. അതിന് നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ, അടുത്ത സൺഡേ ക്ലാസ് മുതൽ വൃത്തിയായിട്ട് പഠിക്കുക. ഈ കഴിഞ്ഞ പാഠങ്ങളും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്